ആ കരച്ചിലോടും ഉപവാസത്തോടും കൂടി തന്നെത്താൻ താഴ്ത്തിയേൽപ്പിച്ചുകൊണ്ട് ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്ത എന്ന ഈ പരിപാടി ശ്രവിക്കുന്ന ഏവർക്കും ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രവചന പുസ്തകങ്ങളാണ് ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു വരുന്നത്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി യോവേൽ പ്രവചനം 2-ാം അധ്യായമാണ് നാം എടുത്തിട്ടുള്ളത്. പ്രവാസകാലത്തിന് മുമ്പുള്ള 10 പ്രവചന പുസ്തകങ്ങളിൽ ഒന്നാണ് യോവേൽ പ്രവചനം. ദൈവസന്നിധി വിട്ട് പിന്മാറിപ്പോയ ജനതയ്ക്കുള്ള ന്യായവിധിയും അതിനുശേഷം അനുദപിക്കുന്ന പക്ഷം അവരെ യഥാസ്ഥാനപ്പെടുത്തുന്നതും സംബന്ധിച്ചുള്ള പ്രവചനങ്ങളാണ് 2-ാം അധ്യായത്തിൽ ചേർത്തിട്ടുള്ളത്. ഈ അധ്യായത്തിലെ പ്രധാന വിഷയം ദൈവദിവസം എന്നുള്ളതാണ്. എന്താണ് ദൈവദിവസം? ദൈവസന്നിധി വിട്ട് പിന്മാറിപ്പോയ ജനതയുടെ ന്യായവിധിയെയാണ് ദൈവദിവസമായിട്ടിവിടെ സൂചിപ്പിക്കുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട്. യഹോവയുടെ ദിവസം വരുന്നത് കൊണ്ടും അത് അടുത്തിരിക്കുന്നത് കൊണ്ടും ദേശത്തിലെ സകല നിവാസികളും നടുങ്ങിപ്പോകട്ടെ. അപ്പോൾ ദൈവദിവസം അല്ലെ ന്യായവിധി ദിവസം എന്ന് പറഞ്ഞാൽ അതിഭയങ്കരവും അതികഠിനവുമായ ന്യായവിധിയുടെ നാളുകളാണ്. അത് നടുക്കമുണ്ടാക്കുന്നതാണ്. സകല യഹൂദന്മാരെയും സകല ജനതയെ സകലരെയും ബാധിക്കുന്നതാണ്. ഇരുട്ടും അന്ധകാരവുമുള്ള ദിവസമാണ്. മേഘവും കൂരിട്ടുമുള്ള ദിവസമാണ്. അത് താങ്ങാവുന്നതിനും അപ്പുറമുള്ള ദിവസമാണെന്നാണ് പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവയുടെ ദിവസം വലുതും അതിഭയങ്കരവുമാകുന്നു, അത് സഹിക്കാവുന്നവൻ ആർ? അപ്പോൾ സാധാരണ ജനതയ്ക്ക് സഹിക്കാവുന്നതിന് അപ്പുറത്തുള്ള ഒരു ന്യായവിധി ദിവസത്തെക്കുറിച്ചാണ് പ്രവാചകൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ ന്യായവിധിയിൽ അകപ്പെടാതിരിക്കുവാൻ വേണ്ടി പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും കൂടെ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ വിടുതലുണ്ടാകുമെന്നുള്ള ദൈവിക അരുളപ്പാട് നമുക്ക് കാണുവാൻ കഴിയും. 18-ാം വാക്യത്തിൽ പറയുന്നു, അങ്ങനെയെങ്കിൽ ദൈവത്തെ അനുദപിച്ച് കരച്ചിലോടും ഉപവാസത്തോടും ദൈവസന്നിധിയിൽ നിൽക്കുന്നുവെങ്കിൽ യഹോവ തൻ്റെ ദേശത്തിന് വേണ്ടി തീഷ്ണത കാണിച്ച് ജനത്തെ ആദരിക്കുമെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ദൈവം മഹാദൈവമാണ്, ദയാലുവാണ്. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലുള്ള ദയയുള്ള മഹാദയയുള്ള ദൈവത്തിന് ദൈവസന്നിധിയിൽ ആ കരച്ചിലോടും ഉപവാസത്തോടും കൂടി തന്നെത്താൻ താഴ്ത്തിയേൽപ്പിച്ചുകൊണ്ട് ആ സന്നിധിയിലേക്ക് വന്നാൽ ഒരു വിടുതലുണ്ടാകും. ആ ന്യായവിധിയിൽ ആ ഭയങ്കരവും അതികഠിനവുമായ ന്യായവിധിക്ക് പാത്രമാകാതെ ആ രക്ഷപ്പെടും എന്നുള്ളൊരു സന്ദേശം, എന്നുള്ളൊരു പ്രവചനമാണ് ഈ 2-ാം അധ്യായത്തിലൂടെ നൽകുന്നത്. 27-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, ദൈവത്തെങ്കിലേക്ക് തിരിയുന്ന പക്ഷം, അനുസരിക്കുന്ന പക്ഷം ദൈവം മഹാദയോടെ വിടുവിക്കും. ഇങ്ങനെയാണ് ആ വാക്യം പറയുന്നത്, ഞാൻ ഇസ്രായേലിൻ്റെ നടുവിലുണ്ട്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. ദൈവമേകനാണ്, ഏക ദൈവമേ ഉള്ളൂ. രക്ഷപ്പെടുവാൻ ഏക ദൈവമേ ഉള്ളൂ, മറ്റൊരു ദൈവവുമില്ല. ഇസ്രായേൽ ജനതയോട് ആദ്യ പ്രവാചകൻ വിളിച്ചു പറയുന്നു. ആ ഒരു ദിവസത്തിൽ ആ മഹാകരുണയുള്ള ദൈവം ഇസ്രായേലിൻ്റെ നടുവിൽ ഉണ്ട്. ആ ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ജനത അറിയും, മറ്റൊരുത്തനുമല്ല എന്നിവിടെ വളരെ കൃത്യമായിട്ട് പറയുകയാണ്. അപ്പോൾ ന്യായവിധിയിൽ ആ ദൈവശിക്ഷ ഏറ്റുവാങ്ങാതിരിക്കണമെങ്കിൽ കരച്ചിലോടും ഉപവാസത്തോടും തന്നെത്താൻ താഴ്ത്തി അനുദപിക്കുക എന്നുള്ളതാണ് പ്രവാചകൻ നൽകുന്ന സന്ദേശം. അടുത്ത വാക്യം വളരെ സുപരിചിതമാണ്. 28-ാം വാക്യം, സകല ജഡത്തിന്മേലും ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രിമാരും പുത്രന്മാരും പ്രവചിക്കും, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾ ദർശനങ്ങളെ ദർശിക്കും, ദാസന്മാരുടെയും ദാസിമാരുടെയും മേലും ആത്മാവിനെ പകരും, ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും. ദൈവ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 28-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. അങ്ങനെ താഴോട്ട് പറയുന്നുണ്ട്. യഹോവയുടെ പലതും ഭയങ്കരമായ ദിവസം വരും മുമ്പേ
സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുക എന്നുള്ള ഏക മാർഗമേ രക്ഷിക്കപ്പെടുവാനുള്ളൂ എന്ന് പ്രവാചകൻ ഇവിടെ ഊന്നി പറയുകയാണ്. അതെ, നാമൊക്കെ ഒരു ന്യായവിധിയെ നേരിടേണ്ടവരാണ്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യത്തിൽ പറയുന്നു, മനുഷ്യൻ പറയുന്ന ഏത് നിസാര വാക്കിനു പോലും ന്യായവിധി ദിവസത്തിങ്കിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നാണ്. ഒരു നിസാര വാക്ക് പറഞ്ഞാൽ പോലും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെങ്കിൽ നമ്മുടെ ദൈനംദിന ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ എല്ലാ ജീവിത ഇടപാടുകളും വളരെ സൂക്ഷ്മതയോടെ കൽപ്പനകളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് ദൈവവചന അടിസ്ഥാനത്തിൽ കൊണ്ടുപോകേണ്ടതുണ്ട്. വരുവാനുള്ള ന്യായവിധി ദിവസത്തിൽ തള്ളപ്പെടാതിരിക്കേണ്ടതിന് നാം ഒരു പുതുക്കത്തോടെ കൂടി ജീവിക്കേണ്ടതുണ്ട്. ഓരോ ദിവസവും നമ്മൾ ആ പുതുക്കത്തോടെ ജീവിക്കേണ്ടതുണ്ട്. 119-ാം സങ്കീർത്തനം 138-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിന്റെ വചനത്താൽ എൻ്റെ കാലടികളെ സ്ഥിരമാക്കണമേ, യാതൊരു നീതികേടും എന്നെ ഭരിക്കരുത് എന്നാണ്. അപ്പം നീതികേട് ഭരിക്കാതെ ഒരു നല്ല ജീവിതം ജീവിക്കണമെങ്കിൽ ദൈവവചനം മാത്രമേ അതിന് ഏക മാർഗമുള്ളൂ. ദൈവവചനത്തിൽ നമ്മുടെ കാലടി സ്ഥിരമാകുമ്പോൾ നീതികേടിന് വേണ്ടി ഓടാനോ നീതികേട് പ്രവർത്തിക്കാനോ കഴിയില്ല. നമ്മുടെ ദൈവം മഹാദയാലുവാണ്. മാനുഷികമായ സഹജമായ തെറ്റുകളും കുറ്റങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെങ്കിലും അനുദപിച്ചു പ്രാർത്ഥിക്കുകയും ആവർത്തിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവം നമ്മുടെ മേൽ കരുണയും കൃപയും ചൊരിയുന്നത്. നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചുകൊണ്ട് മാനുഷികമായിട്ടുള്ള തെറ്റുകളും കുറവുകളുമൊക്കെ ക്ഷമിച്ചുകൊണ്ട് ഓരോ ദിവസവും ഓരോ നല്ല ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയും. ദൈവ ദിവസത്തെക്കുറിച്ച് യോവേൽ പ്രവാചകൻ ജനത്തോട് സംസാരിക്കുമ്പോൾ ആ ദൈവ ദിവസത്തിൽ തള്ളപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി അനുദപിക്കുകയും ഹൃദയം സ്ഥിരമാക്കി ദൈവകൃപയിൽ നിൽക്കുവാനും ആണ് ആഹ്വാനം ചെയ്യുന്നത്. ഓരോ ദിവസവും നമ്മുടെ ജീവിതം നാം ഒന്ന് പരിശോധിച്ചുകൊണ്ട് വന്നുപോയ കുറവുകളും ബലഹീനതകളും ഒക്കെ ക്ഷമിക്കുവാൻ ദൈവസന്നിധിയിൽ നാം തയ്യാറാകുകയാണെങ്കിൽ നമുക്കും ആ ന്യായവിധി ദിവസത്തിൽ തള്ളപ്പെടാതിരിക്കാൻ കഴിയും. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ അനുദിനം ദൈവത്തോട് കൂടെ നടന്നുകൊണ്ട് ഒരു നല്ല ജീവിതം ജീവിക്കുവാൻ വേണ്ടി ഇടയാകും. ഒരു നല്ല പ്രഭാതം ആശംസിക്കുന്നു, ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.